ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ശീമച്ചക്കയാണ്. അപ്പോൾ എനിക്കൊരു ചേച്ചി തന്നതാണ്. അപ്പം അത് വെച്ച് ഞാനിപ്പം നമുക്കൊരു അടിപൊളി വിഭവം തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഉച്ചയൂണിന് നമുക്ക് ഇറച്ചിയുടെ ഒരു ടേസ്റ്റിൽ, ഇറച്ചിയൊന്നും കഴിക്കാത്തവർക്ക് വേണ്ടി അപ്പോൾ ഇറച്ചി ആ ഒരു ഇതിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അത് പണ്ടുള്ള അമ്മമാരൊക്കെ ഇത് ചെയ്യുന്ന അറിയുമായിരിക്കും, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു 10 ചെറിയ ഉള്ളി ഞാനിപ്പം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു സവാള, ഞാനിപ്പം ചെറിയ സവാളയാണ്, ഇത് നൈസായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇനിയിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു തക്കാളി ഞാനിപ്പോൾ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് തേങ്ങ, മുളക് പൊടി വേണം, പിന്നെ ഉപ്പ് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി മസാലപ്പൊടി വേണം, പിന്നെ മല്ലിപ്പൊടിയാണ് വേണ്ടത്. പിന്നെ പ്രധാനമായിട്ട് നമ്മുടെ ശീമച്ചക്ക. ഇവിടെ ട്രിവാൻഡ്രത്ത് ശീമച്ചക്ക എന്നാണ് അറിയപ്പെടുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ എന്തോ കടച്ചക്ക എന്നെന്തോ അറിയപ്പെടും കേട്ടോ. വേറെ ഏതെങ്കിലും പേരുണ്ടോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത ഉടനെ തന്നെ വെള്ളത്തിൽ ഇടണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് ഒന്ന് കറുത്ത് പോവും, ഒരു ബ്രൗൺ കളറിലോട്ട് വരും. അപ്പോൾ കട്ട് ചെയ്ത ഉടനെ തന്നെ, അല്ലെങ്കിൽ ഇത് നേരെ അരിഞ്ഞ് വെള്ളത്തിലോട്ട് ഇട്ടാലും മതി. അപ്പോൾ ഞാൻ അതെല്ലാം റെഡിയാക്കി അങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ശരിക്കും കാണിക്കാൻ വേണ്ടി 2 സ്റ്റൗ ഇപ്പോൾ ഓൺ ചെയ്ത് വയ്ക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ശീമച്ചക്ക കുക്കറിൽ വേവിച്ചെടുക്കാം, അങ്ങനെയാണ് ഞാൻ സാധനം ചെയ്യുന്നത്. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം പാനിൽ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഒരു പാനിലോട്ട് ഇത് ഇട്ടിട്ട് അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും ഞാനിപ്പോൾ അതിൽ ചേർക്കുന്നുണ്ട്. ഇപ്പുറത്തെ പാനിൽ നമ്മൾ തിരുമ്മിയ തേങ്ങയും പിന്നെ വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ഇഞ്ചിയും എടുത്തു വെച്ച് നമ്മുടെ ചെറിയുള്ളി ഇത്രയും ഒന്ന് ഇതിലോട്ട് ഇടുന്നുണ്ട്. ശീമച്ചക്ക ചേർത്ത് നമ്മൾ ആ പാനുണ്ടല്ലോ അതൊന്ന് ഇളക്കി വെച്ച് ഒന്ന് കൊടുക്കാം, ഒന്ന് ഈവനായിട്ടൊന്ന് വയ്ക്കാം. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ഈ തേങ്ങ ഒന്ന്, ഇപ്പം ഞാൻ ഒരു തളിയും എണ്ണ ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെറും ഡ്രൈ റോസ്റ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ മറ്റേ പാനിൽ നമുക്കിപ്പോൾ അടച്ച് വയ്ക്കാം. ഇപ്പോൾ 2 ഇതും ഒരുമിച്ചിങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. തേങ്ങയിൽ ഇപ്പോൾ ഞാൻ ഒരു ചെറിയ പിടി കറിവേപ്പില കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പുറത്തെ പാനിപ്പോൾ ഏകദേശം തിളച്ച് തുടങ്ങി. ഇപ്പം ലൈവായിട്ട് കാണിക്കുന്നതാണ്. ഇതുപോലെ നന്നായിട്ട് പെട്ടെന്നൊക്കെ വേഗം കേട്ടോ അത്. അപ്പോൾ ഇവിടെയും ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സമയം വരെ ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ ചേർക്കാം. നമ്മുടെ തേങ്ങയിൽ എണ്ണയുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എണ്ണ അങ്ങനെ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എണ്ണ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇവിടെയും 2 ഒരുപോലെ ആയി വരികയാണ് കേട്ടോ. ഇതവിടെ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇപ്പുറത്തെ പാനിൽ ഏകദേശം തേങ്ങയൊക്കെ ഏകദേശം ഒന്ന് ചുവന്ന് വരുന്നുണ്ട് കേട്ടോ. ഇത് കാണാമല്ലോ, ഇതാ ഈ ഒരു കണക്കായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറിലോട്ട് ആയിട്ടുണ്ട്. തേങ്ങ അങ്ങനെ വല്ലാണ്ട് കരിയരുത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഏകദേശം 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 ടീസ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂണ് മസാലപ്പൊടിയും ഇതും കൂടെ ചേർത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാമേ. ഇനി ലോ ഫ്ലെയിമിലോട്ട് ഒന്ന് വെച്ചിട്ട് ഈ പൊടികളുടെ ഒരു പച്ച മണം ഉണ്ടല്ലോ അതൊന്ന് മാറുന്നവരെ മാത്രം ഇത് ചെയ്താൽ മതി. ഏകദേശം ഒരു 10 സെക്കൻഡോളൊക്കെ മതി കേട്ടോ, അപ്പോഴേക്കും ഇത് റെഡിയാവേ. അത് ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് തീ ഓഫ് ചെയ്താലും നമ്മളിത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണേ, കാരണം വെച്ചാൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് അങ്ങനെ ചെയ്യണേ. ഇത് ഇപ്പുറത്തെ പാനിൽ നമ്മൾ ശീമച്ചക്ക വെച്ചിരുന്നല്ലോ, അതിപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വെന്തു കേട്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട് കാണാമല്ലോ. അപ്പോൾ അതും ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണേ. ഈ ഒരു കണക്കിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്, എല്ലാ ഭാഗം ഈവനായിട്ട് എല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് മതി. ഇനി നമുക്കത് ഒരു പാത്രത്തിലോട്ട് മാറ്റാമേ. ഞാനിപ്പോൾ ആ പാൻ തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി 1.5 ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം. ഒപ്പം തന്നെ കടുകും ചേർക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു പിടി കറിവേപ്പില കൂടെ ചേർക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്ലൈസ് ചെയ്തിരിക്കുന്ന സവാള ഉണ്ടല്ലോ അതും പിന്നെ മുറിച്ച് വെച്ച ടൊമാറ്റോ കൂടെ ചേർത്ത് നമുക്കൊന്ന് വഴറ്റാമേ. ഏകദേശം 1 മിനിറ്റൊക്കെ ആകുമ്പോൾ നമുക്കിതിലൊരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കാം. ഇതിന് ഉപ്പ് വേണം, അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കാം. അതുകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാവേ. ഞാനിപ്പോൾ അതിൻ്റെ തീ ഒന്ന് കുറച്ചിട്ടുണ്ട്. അതൊന്നാവട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പൊന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ ഇത് അമ്മിക്കല്ലിലൊക്കെ നല്ല വെള്ളം തൊടാതെ അരയ്ക്കുകയാണ് ചെയ്യുന്നത്, അതൊക്കെ നമുക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലാണ് ചെയ്യുന്നത്.
അപ്പോൾ അതൊന്ന് അരച്ച് കൊണ്ടുവരാം. ഇവിടെ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം നമുക്ക് ചേർക്കാം കേട്ടോ. ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള ഇത്തിരി വെള്ളം ചേർക്കാമേ. അതൊന്ന് വേകട്ടെ. ഞാൻ ഈ സമയം കൊണ്ട് അത് നമ്മുടെ അരപ്പൊന്ന് അരച്ച് അല്പം വെള്ളം ചേർത്ത് തന്നെയാണ് ഞാൻ അരച്ചത് കേട്ടോ. ഈ ഒരു കണക്കിന് നല്ല മഷി പോലെ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഏകദേശം വെന്ത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർക്കാം കേട്ടോ. ഇനി അരപ്പും നമ്മുടെ സവാളയും ടൊമാറ്റോ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ജസ്റ്റ് ഒന്ന് വഴറ്റാം കേട്ടോ. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചീമച്ചക്ക ഉണ്ടല്ലോ, അതും കൂടെ ഇതിലോട്ട് ചേർക്കാം കേട്ടോ. ഇനി അതും കൂടെ ഒന്നുകൂടെ നമുക്ക് ഈ അരപ്പ് അതെല്ലാം ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാമേ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് തന്നെയാണ് കഴുകി ഒഴിക്കുന്നത് കേട്ടോ. അതിൽ കുറച്ച് അരപ്പുണ്ടായിരുന്നു, അത് തന്നെ കഴുകി ഒഴിക്കുകയാണ്. തേങ്ങ വറുത്തപ്പോഴൊന്നും ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തില്ല. അതുകൊണ്ട് ഈ സ്റ്റേജിൽ ഞാനിപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുകയാണേ. അപ്പോൾ ഇതുകൂടെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളം ഞാനിപ്പോൾ ഈ ഒരു കണക്കേ എടുത്തുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെള്ളം വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഈ ഒരു കണക്കിന് എടുത്തന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുപ്പിക്കാം കേട്ടോ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു ബൗളിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഈ കറിയായിരുന്നു. അപ്പോൾ ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എന്താ വെച്ചാൽ ഇത് ഇറച്ചിയുടെ അതേ ടേസ്റ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്കൊരു കൂട്ടുകറി എന്നുള്ളൊരു വിഭവത്തിലൂടെയും നമുക്കിതിൽ കണക്കാക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് വെള്ളം കൂട്ടിയോ കുറച്ചോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു രീതി കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ആ രീതി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എന്നെ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയുടെ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്, ആൻഡ് ആൾസോ താങ്ക് യു ഫോർ വാച്ചിങ്.